കണ്ണൂർ മട്ടന്നൂരിൽ വീട് കുത്തി തുറന്ന് 10 പവനും 10,000 രൂപയും കവർന്ന മോഷ്ടാവിനെ പോലീസ് സാഹസികമായി പിടികൂടി. പാലക്കാട് അലനല്ലൂർ സ്വദേശി എം നവാസാണ് പിടിയിലായത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിലയേറിയ സ്വർണം, അത്ര 10 പവൻ എന്ന് പറഞ്ഞാൽ വലിയ വില പിടിച്ച സ്വർണമാണ്, ഇയാളിലേക്ക് എത്തിയത് ഈ CCTV ദൃശ്യങ്ങളിൽ കൂടെയാണോ? അങ്ങനെ തന്നെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത 3 ദിവസത്തിനുള്ളിലാണ് പ്രതിയെ പിടികൂടിയത്. ഈ മട്ടന്നൂർ തെരൂർ പാലയോട് സ്വദേശിയായിട്ടുള്ള നാരായണന്റെ വീട്ടിലാണ് ഈ കവർച്ച നടന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 22-നാണ് നാരായണൻ വീട് പൂട്ടി മകളുടെ ബംഗളൂരുവിലെ വീട്ടിൽ പോയത്. അതിനുശേഷം ഡിസംബർ 28-ന് രാത്രിയിലാണ് തിരിച്ചെത്തിയത്. അപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയും കുത്തിപ്പൊളിച്ച് മോഷ്ടാവ് സ്വർണവും പണവും കവർന്നതായിട്ട് തിരിച്ചറിഞ്ഞത്. ഇതിനുശേഷം മാത്രമല്ല, ഈ മോഷണം നടത്തിയതിനു ശേഷം അവിടുത്തെ CCTV ക്യാമറകളും ഈ കള്ളൻ കൊണ്ടുപോയിരുന്നു. ഇയാളുടെ ഒരു രീതി, ഈ പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ സമീപം എത്തി അവിടെ പരിശോധിച്ചതിന് ശേഷം രാത്രി കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ ഒരു രീതി. അങ്ങനെയാണ് ഈ വീട്ടിലും മോഷണം നടന്നത്. ഇതിനുശേഷം പോലീസ് നടത്തിയ കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടിയത്. പ്രദേശത്തെ CCTV ക്യാമറകളടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഈ അളിയൻ നവാസ് എന്ന നവാസിലേക്ക് എത്തിയത്. ഇയാൾ പാലക്കാട് സ്വദേശിയാണ്. ഇന്നലെയാണ് ഇയാളെ പിടികൂടിയത്. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.